ഹലോ എവരിവൺ, വെൽക്കം ടു റൈൽസ് അക്കാഡമി. സോ UGC നെറ്റ് എക്സാമിന് വേണ്ടി നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓൺ ആൻ ആവറേജ് ഒരു 20 ഡേയ്സ് നമുക്ക് മുന്നിൽ എക്സ്പെക്ട് ചെയ്യാം. സോ ഈ 20 ഡേയ്സ് കൊണ്ട് നമുക്ക് UGC നെറ്റ് പേപ്പർ 1 എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, 20 ദിവസം നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്, റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടുള്ള, ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, വളരെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പാറ്റേൺ അനലൈസ് ചെയ്തുകൊണ്ട് 10 യൂണിറ്റ്സിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ. ഓക്കെ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം, ടീച്ചിങ് ആപ്റ്റിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം, അങ്ങനെ 10 യൂണിറ്റ്സിലും നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ നമ്മളൊരു ഒരു ടൈം ടേബിൾ, അതായത് ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വേർഡ് ഡോക്യുമെന്റിൽ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്ത് പോയാൽ മതിയാകും. ഓക്കെ, സോ ഈ PPT, നമ്മൾ ഇപ്പൊ എടുക്കാൻ പോകുന്ന PPT-യും സ്ലൈഡ്സുകളും അതുപോലെ തന്നെ ടൈം ടേബിളും എങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളത് ഞാൻ വീഡിയോയുടെ ഒരു ഫൈനൽ സ്റ്റേജിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദി സ്ട്രാറ്റജി. നമ്മൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡിജിറ്റൽ മിനിമലിസം ആണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ മുന്നിൽ 20 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരുപാട് സമയങ്ങൾ എന്തില്ല, വെറുതെ നഷ്ടപ്പെടുത്താനില്ല. നിങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഡിജിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രെയിനിൽ ഒരുപാട് മെമ്മറൈസേഷൻ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാനും വേണ്ടി കഴിവിന്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകിച്ചിട്ട് ഷോർട്ട് ഫോം വീഡിയോസ് ഒക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജി. ഓക്കെ, ഇത് നിങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ബാക്കി എല്ലാം അതിന് ശേഷം വരുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ. ഇത് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് നല്ല റിസൾട്ട് നിങ്ങളുടെ ലേണിംഗ് സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ പ്രൊക്കാസ്റ്റിനേഷൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. നാളെ പഠിക്കാം, ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ. ഓക്കെ, ടൈം ടേബിൾ, അതുകൊണ്ടാണ് ടൈം ടേബിൾ ഞാൻ ചെയ്യണമെന്ന് പറയുന്നത്. ടൈം ടേബിൾ അടിസ്ഥാനമാക്കി പഠിക്കണം എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ, പ്രൊക്കാസ്റ്റിനേഷൻ ഒഴിവാകും. നല്ലൊരു സ്ട്രക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഏത് ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊക്കാസ്റ്റിനേഷന്റെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. അപ്പൊ അത് ഒഴിവാക്കുക. നിങ്ങൾ മാക്സിമം ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. മിനിമം 3 hours ഇരിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ 3 hours പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്. ഓക്കെ, അതുപോലെ കുട്ടികളൊക്കെ ഉള്ള ആളുകൾ, ഇപ്പൊ സ്കൂള് റീഓപ്പൺ ആയി, അപ്പൊ കുട്ടികളൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ ഈ പറയുന്ന വലിയ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത ആളുകളെ പോലെ അത്ര പെട്ടെന്ന് ചിലപ്പോൾ പഠിക്കാൻ പറ്റണമെന്നില്ല. അവർക്ക് ഒരുപാട് ടൈം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം 3 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പേപ്പർ 1 മാറ്റി വെക്കുക. ഈ 3 മണിക്കൂർ എന്ന് പറയുന്നത് ടോട്ടൽ എന്താണ്, 8 യൂണിറ്റ്സിനാട്ടോ. ഓക്കെ, അതായത് 2 യൂണിറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, റീഡിംഗ് കംപ്രഹെൻഷൻ. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി അരമണിക്കൂർ വേറെ മാറ്റി വെക്കണം, ഈ 3 മണിക്കൂറിൽ നിന്ന് മാറി. ഓക്കെ, അപ്പൊ 3.5 മണിക്കൂറാവും ഡെയിലി മിനിമം. നിങ്ങൾ 3.5 മണിക്കൂർ ഇരിക്കേണ്ടി വരും. മിനിമം ആട്ടോ പറയുന്നത്. ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു 5 to 6 ഒക്കെ പേപ്പർ 1 മാത്രം ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മോർ ദൻ ഇനഫ്. 20 ദിവസം കൊണ്ട് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നല്ല സ്കോർ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഫൈൻ. പിന്നെന്താണ്, ഞാൻ എപ്പോൾ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫൈനൽ സ്റ്റേജ്. ഒരു ലാസ്റ്റ് 30 ഡേയ്സ് നിങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഡിഫിക്കൽട്ട് പോർഷൻസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഇനി അതും കുറെ തല കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം നിങ്ങൾ നല്ല സമയം, കാരണം നമുക്കിത് ഈ സമയങ്ങൾ നമുക്കധികം റിസ്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡിഫിക്കൽട്ട് പോർഷൻസിലേക്കുള്ള ടൈം നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ MCQs മാക്സിമം സ്കിപ്പ് ചെയ്യുക. കാരണം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സമയത്ത് MCQ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്താണ്, നിങ്ങൾ പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആയിപ്പോകും. കാരണം നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഒരുപാട് സമയമില്ല, അതിന്റെ പ്രശ്നം നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ MCQ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ്, നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. അത് സബ്ജക്റ്റീവ് ആട്ടെ. ഇപ്പൊ ചില ആളുകൾക്ക് MCQs ഒരുപാട് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ടാവും. അവർ നിങ്ങൾ ചെയ്യാൻ, ഞാനിത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്നല്ല, ഇത് എന്റെ ഒരു പേഴ്സണൽ എന്താ പറയാ, എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ മാത്രം അവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ് മേക്ക് ഷോർട്ട് നോട്ട്സ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പഠിക്കുമ്പോൾ എഴുതണം. വായിച്ച് പഠിക്കുന്ന പരിപാടി നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കാരണം എഴുതുമ്പോൾ മെമ്മറൈസ് ചെയ്യുന്ന ഒരു പവർ എത്ര വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടൂല. എഴുതുന്നതിന് അതിൻ്റെതായ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള എന്തോ സംഭവം അവിടെ നടക്കുന്നുണ്ട്, ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ
നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, അത് നോട്ട്സ് ആക്കി വെക്കുക, ഷോർട്ട് നോട്ട്സ് മതി. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന്റെ തലേന്നൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്ന കോലത്തിലുള്ള ഒരു നോട്ട്സുകൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെക്കുക എന്നതാണ്. അപ്പൊ ഇതാണ് എന്ത് വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കുറച്ച് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഡി ഐ ആൻഡ് റീഡിംഗ് കംപ്രഹെൻഷൻ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് രണ്ട് യൂട്യൂബ് ചാനൽ ഞാൻ റെഫർ ചെയ്ത് തരാം. രണ്ടും ഈ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. പക്ഷേ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഇൻ ദ സെൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വളരെ പേഴ്സണൽ അല്ലെങ്കിൽ എന്റെ അനുഭവം എനിക്ക് മനസ്സിലായ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പെയ്ഡ് കോഴ്സ് നിങ്ങൾ പിന്നെ പേ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തത്ര പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാൻ പോകുന്ന യൂട്യൂബ് ചാനൽസ് തരും. ഓക്കെ, അതിൽ ഡി ഐ എന്ന് പറയുന്നത് പിന്നെ അമർ സാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാർ ഉണ്ട്. ഓക്കെ, അമർ സാർ പുള്ളിക്കാരൻ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷനുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 500 വീഡിയോസ് മാത്രം, അതായത് 500 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 500 to 1000 ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ ഒരു പ്ലേലിസ്റ്റിൽ വളരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പൊതുവെ നോർത്ത് ഇന്ത്യൻസിലൊക്കെ പിന്നെ ഈ ബാങ്കിങ് എക്സാമിന് അവർ റെഫർ ചെയ്യുന്ന ഒരു പിന്നെ സാറാണ് ഈ അമർ സാർ. പുള്ളിക്കാരന്റെ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ മാക്സിമം ഡെയിലി എന്ത് ചെയ്യുക, അരമണിക്കൂർ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും അതുപോലെ തന്നെ റീഡിംഗ് കംപ്രഹെൻഷന്റെ പേര് ഞാൻ മറന്നു, ഞാൻ അവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സെക്കൻഡ്. അതും ഇതേപോലെ ഒരു ഹിന്ദി ചാനലാണ്. യാ, നിമിഷ മാം. ഓക്കെ, നിമിഷ ബൻസാൽ. ഓക്കെ, നിമിഷ ബൻസാൽ എന്ന് പറഞ്ഞൊരു മാം ആണ്. ഓക്കെ, നിമിഷ ബൻസാൽ. ഓക്കെ, പുള്ളിക്കാരത്തെയും റീഡിംഗ് കംപ്രഹെൻഷനിൽ ഒരുപാട് പ്ലേലിസ്റ്റുകൾ മാമിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ രണ്ട് ചാനൽസ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ഇതാണ് എന്ത് 20 ഡേയ്സ് സ്ട്രാറ്റജി പ്ലസ് DI പ്ലസ് RC നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ബാക്കിയുള്ള 8 യൂണിറ്റ്സ് നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം അല്ലെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ്. സോ നമുക്ക് ഫസ്റ്റ് ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗത്ത് നമുക്ക് ഏതൊക്കെയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ ഹയർ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എത്ര പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് കവർ ചെയ്യൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, PYQസിന്റെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അത് മാത്രം പഠിക്കുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്തത്. ഓക്കെ, ഒന്നതാണ് ഈ വേദിക് എഡ്യൂക്കേഷനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഡീറ്റെയിൽ പഠിക്കണം. അതുപോലെ തന്നെ ഗുരുകുൽ സിസ്റ്റം എന്താണ്, ഈ ഗുരുകുൽ സിസ്റ്റത്തിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ നടക്കുന്ന ഓരോ പ്രോസസ്സിനും പല പല പേരുകളുണ്ട്. അത് ഏതൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഏൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, നമ്മുടെ പിന്നെ ഏൻഷ്യൻ ആയിട്ടുള്ള ഒരുപാട് നളന്ദ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഡിഫറെന്റ് എക്സ്പൈസഡ് തക്ഷശില യൂണിവേഴ്സിറ്റി, ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ഇന്ത്യയിൽ പഴയ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്, അവർ എന്തിനൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, ചില യൂണിവേഴ്സിറ്റീസ് ആസ്ട്രോണമിയിലായിരുന്നു, ചില യൂണിവേഴ്സിറ്റീസ് റിലീജിയൻ ബേസ്ഡ് ആയിരുന്നു, ചില യൂണിവേഴ്സിറ്റീസ് മെഡിക്കൽ ആയിരുന്നു. ഫൈൻ, അങ്ങനെ ഓരോ സ്പെഷ്യലൈസേഷൻ പറയപ്പെടുന്ന ഓരോ യൂണിവേഴ്സിറ്റീസിനുണ്ട്. അത് നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രീ ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഓക്കെ, അതുപോലെ തന്നെ അതിൽ ഒരുപാട് ആക്ടുകൾ, ഓക്കെ, ചാർട്ടർ ആക്ട് ഉണ്ട്, മക്കോലേസ് മിനിറ്റ്സ് ഉണ്ട്, വുഡ്സ് ഡിസ്പാച്ച് ഉണ്ട്, ഹണ്ടർ കമ്മീഷൻ ഉണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഈ എഡ്യൂക്കേഷൻ ഇൻഡിപെൻഡൻസിന് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് ആക്ടുകളും കമ്മീഷൻസും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതിനുശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ. ഓക്കെ, രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ പോലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കമ്മീഷൻസും കൂടിയുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഫൈൻ. പിന്നെ 5 year പ്ലാൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, നമ്മുടെ ഈ IITs, ഓക്കെ, ഇതൊക്കെ ഉണ്ടാകുന്നത് എന്താണ്, ഈ പറയപ്പെടുന്ന 5 year പ്ലാൻസിന്റെ അടിസ്ഥാനത്തിലാണ്. സോ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക. ഫൈൻ. പിന്നെ നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ബോഡീസ്. ഓക്കെ, ഈ പറയപ്പെടുന്ന അഡ്മിനിസ്ട്രേഷൻ ബോഡീസിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കൺസേൺഡ് അതോറിറ്റീസ് ആരൊക്കെയാണ്, ഓക്കെ, അതിന്റെ കീഴിൽ വരുന്ന ബോഡീസ് ഏതൊക്കെയാണ്, ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, UGC, AICTE, NCTE, NAC, NBA, NIEPA, NCBET, NTA, HEFA ഇതേപോലുള്ള
അഡ്മിനിസ്ട്രേഷൻ ബോഡീസിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഫൈൻ. സോ ഇതാണ് നമുക്ക് ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യം. നിങ്ങൾ ചിന്തിക്കും ഇത് മാത്രം മതിയോ, അങ്ങനെയല്ല. 20 ഡേയ്സ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ച ഓൾറെഡി എല്ലാം കവർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി എക്സ്ട്രാ ഫോക്കസ് ചെയ്യുക. തീരെ പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 2 ഡേയ്സ് മതിയാകും മാക്സിമം ഇത് പഠിക്കാനും വേണ്ടിയിട്ട്. ഡെയിലി നിങ്ങൾ ഒരു 3 to 4 hours ഒക്കെ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന് മാക്സിമം ആ ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, പീപ്പിൾ ഡെവലപ്മെന്റ്. ഓക്കെ, എൻവയോൺമെന്റ് ആണ് സെക്കൻഡ്. യാ, ഇവിടെ നമുക്ക് വരുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ, ഒന്ന് അറ്റ്മോസ്ഫിയറിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഫിയേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ ഓരോ ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ് പൊല്യൂഷൻസ്. ഓക്കെ, അതിൽ തന്നെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഈ എയർ പൊല്യൂഷനിൽ നിങ്ങൾ അതൊക്കെ പഠിക്കണം. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്താണെന്ന് നിങ്ങൾ നോക്കണം. സ്മോഗ്, ഫോഗ്, ആസിഡ് റെയിൻ, അതർ ഈ മാറ്റർ, ഒരുപാട് മാറ്റേഴ്സും ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എയർ പൊല്യൂഷന്റെ ഭാഗത്ത് പഠിക്കണം. നോയ്സിലാണെന്നുണ്ടെങ്കിൽ ഡെസിബൽ ലിമിറ്റ്. ഓക്കെ, ഏതൊക്കെ ഡെസിബൽ ലിമിറ്റ്, അതിനൊരു കൃത്യമായിട്ടുള്ള ഓരോ സ്ലാബ്സുകൾ ഉണ്ട് ഡെസിബൽ ലിമിറ്റിന്. അതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. വാട്ടറിലാണെന്നുണ്ടെങ്കിൽ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡിസീസുകൾ, ഈ പൊല്യൂഷൻസ് കാരണം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഏതൊക്കെയാണ്, അത് വാട്ടർ ആയിക്കോട്ടെ, നോയ്സ് ആയിക്കോട്ടെ, എയർ ആയിക്കോട്ടെ, ഏതൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓരോ കാറ്റഗറൈസ് ചെയ്ത് ഒരു ബോക്സ് ഒക്കെ ആക്കിയിട്ട് നിങ്ങൾ പെട്ടെന്ന് എഴുതി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഭാഗം കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സെക്ഷൻസ് ആണിത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ട്രീറ്റീസ്, പ്രോട്ടോകോൾസ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ഒരുപാട് ട്രീറ്റീസുകൾ, ഈ പറയുന്ന ഈ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്രീറ്റീസുകൾ ഉണ്ട്. ഓക്കെ, ഒരുപാട് പ്രോട്ടോകോൾസുകൾ ഉണ്ട്. ഓക്കെ, ഇത് പഠിച്ചവർക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഇത് രണ്ടും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. പിന്നെന്താണ്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും. ഓക്കെ, ഇതിൽ പറയപ്പെടുന്ന ഡിഫറെന്റ് ഗോൾസുകൾ എന്താണ്, ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, SDG ഗോൾസ് നമ്പേഴ്സ് അല്ലെ, ഒരു 1 എന്താണ്, 2 എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക്കലി ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. ഇതാണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ്, റിസർച്ച് ആപ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫൈൻ. ഇതിൽ നമുക്ക് എന്താണ്, റിസർച്ചിന്റെ ബേസിക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ വീഡിയോ തന്നെ തൊട്ട് മുന്നേ ഷെയർ ചെയ്ത വീഡിയോയുടെ ഞാൻ ഞാൻ PYQ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2025 2 ഷിഫ്റ്റിന്റെ PYQs കാണിച്ചപ്പോ അത് കണ്ടവർക്ക് അറിയാം, ബേസിക്സ് എന്നാണ് 2-3 ക്വസ്റ്റ്യൻസ് വന്നത്. എന്താണ് റിസർച്ച്, എന്താണ് റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്, അങ്ങനെ വളരെ ബേസിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഇതിന്റെ ഈ പറയുന്ന എല്ലാ ടോപ്പിക്സും ഞാൻ ഫ്രീ ആയിട്ട് എന്റെ കോഴ്സിൽ, അതായത് യൂട്യൂബിൽ തന്നെ കോഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വേണമെന്നവർക്ക് കാണാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിസർച്ചുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് വേരിയബിൾസ്, ടൈപ്സുകൾ, സ്കെയിൽസ്, ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെന്റ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സുകൾ, സാമ്പിളിംഗ് എന്താണ്, ഹൈപ്പോത്തിസിസ്, ഓക്കെ, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് എന്തൊക്കെയാണ്, റിസർച്ചിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ട, നിങ്ങൾ പിന്നെ ഫോളോ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് എത്തിക്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് അബ്രിവിയേഷൻസ് ഉണ്ട് റിസർച്ചിൽ. റിസർച്ച് നമ്മൾ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അബ്രിവിയേഷൻസ് നമ്മൾ യൂസ് ചെയ്യും. ആ അബ്രിവിയേഷൻസിന്റെ ഒക്കെ ഫുൾ ഫോം എന്താണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താണ് പ്ലാഗ്, ഓക്കെ, പ്ലാഗ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, എത്ര പ്ലാഗ് ആണ് നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ റഫറൻസിങ് തന്നെ ഒരുപാട് സ്റ്റൈൽസുകൾ ഉണ്ട് അല്ലെ, ചിക്കാഗോ ഉണ്ട്, IEEE ഉണ്ട്, അതുപോലെ തന്നെ ഹാർവാർഡ് ഉണ്ട്, റൈറ്റ്, അങ്ങനെ APA 7 സ്റ്റൈൽ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് റഫറൻസിങ് സ്റ്റൈൽസുകൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് കവർ ചെയ്യണം. ഇത് നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസമേ വേണ്ടുള്ളൂ കേട്ടോ. കാരണം റിസർച്ച് എന്ന് പറയുന്നത് UGC NET പേപ്പർ 1 പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ബേസ്ഡ് ടോപ്പിക് ആയിരിക്കും. പിന്നെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എന്റെ ചാനൽ ഞാൻ ഓൾറെഡി ഏതൊരു കോമൺ മാനും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കാറുള്ളത്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഓക്കെ, അപ്പൊ അത് കണ്ട് നിങ്ങൾക്ക് ആ ഒരു ഭാഗം വളരെ തെറവായിട്ട് ഈ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മൊത്തം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിനൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് കേട്ടോ. അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാത്തിനും ബേസിക്സ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ബേസിക്സ് നിങ്ങൾ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ ഡിഫറെന്റ് തിയറീസ്, ടീച്ചിങ്ങിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് തിയറീസ്, ഇത് റീസെന്റ് ആയിട്ട് ഒരുപാട് വർഷങ്ങളിൽ പിന്നെ ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ ആണ് ഡിഫറെന്റ് തിയറീസ്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലൂംസ് ടാക്സോണമി, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്.
പിന്നെ ടൈപ്സ് ഓഫ് ലേണിംഗ് നമ്മുടെ സ്റ്റുഡൻസിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഒരുപാട് ടോപ്പിക്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് ലേണിംഗ് മെത്തേഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ടീച്ചിങ് സോഫ്റ്റ്വെയറുകൾ. ഓക്കെ, ഒരുപാട് ടീച്ചിങ് സോഫ്റ്റ്വെയറുകളെ പറ്റി ഞാൻ ഇതിന് മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണ്ടുന്നവർക്ക് കാണാം. ഓൾറെഡി അറിയുന്നവരൊന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക കേട്ടോ. കാരണം ടീച്ചിങ് സോഫ്റ്റ്വെയർ ഈ ICT-യുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടീച്ചിങ് സോഫ്റ്റ്വെയർസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് നിർബന്ധമായിട്ട് പഠിക്കണം. ഫൈൻ. പിന്നെ സ്വയംപ്രഭ എന്താണ്, ഇതിലൊക്കെ വന്നിട്ടുള്ള അപ്ഡേഷൻസ് ഉണ്ട് കേട്ടോ. ഇതിന് അപ്ഡേറ്റഡ് സിലബസ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ കുറച്ച് ഈ ചാനൽസിലൊക്കെ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ അതിന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കും കേട്ടോ. കാരണം പണ്ടേ പഠിച്ച ആളുകള് സ്വയംപ്രഭയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ റീസെന്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. പിന്നെ ഇത് മോക്ക്, ഓക്കെ, അതും കൂടി നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഫൈൻ. പിന്നെ വരുന്നതാണ് എന്ത്, സെക്കൻഡ്, പിന്നെ കോൺസ് ആണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇതിൽ നിങ്ങൾ ഇത് പെർസെന്റേജ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, HCF LCM പഠിക്കണം, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം, സ്പീഡ്, ടൈം, വർക്ക്, ബ്ലഡ് റിലേഷൻ, കലണ്ടർ. ഈ ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ക്വാൺസിന്റെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളൊക്കെയാണ്. ഓക്കെ, അപ്പൊ കോൺസ് ഒരു ഒട്ടുമിക്ക ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് കോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രാക്ടീസിങ് മെത്തേഡുകളാണ്. ഓക്കെ, നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്ന പോലെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാൻ പറ്റില്ല. കാരണം അത് പ്രാക്ടീസ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് പ്രൊഫിഷ്യൻസി ഇല്ലാത്ത ടോപ്പിക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. വേറെ നമുക്ക് ഇവിടെ കാരണം നമുക്ക് ടൈം നമ്മുടെ മുന്നിലില്ല. ഇത് ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് തീരെ അറിയില്ല, ബേസിക്സ് മുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അധികം സമയം ഇവിടെ കൊടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിന് അത്യാവശ്യം സമയം വേണം. ഇത് മാത്സ് ആണ്. ഇത് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡാണ്. നിങ്ങൾ അത് എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾ തലയിൽ നിൽക്കുള്ളൂ. മറ്റേതുപോലെ ബൈ ഹാർട്ടേക്ക് നിങ്ങൾ തലയിൽ നിൽക്കാൻ സാധ്യയില്ല. അതുകൊണ്ട് ഇഫ് യു ആർ പ്രൊഫിഷ്യന്റ് ഇൻ ഇറ്റ്, ഡെഫിനറ്റ്ലി ഫോക്കസ് ഓൺ ദിസ് ടോപ്പിക്. ഇഫ് യു ആർ ബിഗിനർ ഇൻ ദിസ് ടോപ്പിക്, ജസ്റ്റ് ലീവ് ഇറ്റ് ഫോർ ദിസ് സൈക്കിൾ. ഓക്കെ, ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഇതൊക്കെയാണ്. നെക്സ്റ്റ് എന്താണ്, ലോജിക്കൽ റീസണിംഗ് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. എല്ലാം വളരെ ഈസിയാണ്. ഇതിനാണ് കുറച്ച് സമയം നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 days മാത്രം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ് പഠിക്കണം, ടേംസ് ആൻഡ് ഓഫ് ആർഗ്യുമെന്റ്സ് പഠിക്കണം, പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻസ് പഠിക്കണം, മേജർ ടേം മൈനർ ടേമുകളെ പറ്റി പഠിക്കണം, സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ പഠിക്കണം, വെൻ ഡയഗ്രാം, AEIO. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരുപാട് ട്രിക്സുകൾ, കൊനോട്ടേഷൻ, ഡിനോട്ടേഷൻ, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്, ഇന്ത്യൻ ലോജിക് ആൻഡ് സ്കൂൾ ഓഫ് തോട്ട്സ്, പിന്നെ ഫാലസിസ്, ഇതേപോലുള്ള വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ലോജിക്കൽ റീസണിങ്ങിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഫൈൻ. നെക്സ്റ്റ് ഏതാണ്, നെക്സ്റ്റ് നമുക്ക് ICT ആണ്. ഓക്കെ, ICT ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ ടോപ്പിക്സും ഞാൻ എന്റെ കോഴ്സിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട്. യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉണ്ട്. ജനറേഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനറേഷൻസ്, ഹാർഡ്വെയർ, ഓക്കെ, സോഫ്റ്റ്വെയർ, മെമ്മറി, MS ഓഫീസ്, ഇന്റർനെറ്റ്, മെമ്മറി യൂണിറ്റ്സ്, കൺവേർഷൻ. ഓക്കെ, കൺവേർഷൻ, അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺവേർഷൻസ് ഉണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യണം, ICTയുടെ ഭാഗത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ 2 days മതിയാവും കേട്ടോ. ജസ്റ്റ് നിങ്ങൾ 2 days കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സുകൾ ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം കൂടി കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ആൻഡ് ഫൈനലി നമുക്ക് എന്താണ്, കമ്മ്യൂണിക്കേഷൻ കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫൈൻ, മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ബാരിയേഴ്സ്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, തിയറീസ്, ടൈപ്സ് ഓഫ് മീഡിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്ത്. തിയറീസ് എന്നുള്ള ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് തിയറീസുകളുണ്ട് കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തെറോ ആകുക. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സുകൾ, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ ഒക്കെ ഞാൻ അതും നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് വന്നു ഒരൊറ്റ സൈക്കിള്. ഓക്കെ, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വന്നു, ഓക്കെ, ഇന്റർപേഴ്സണൽ എന്ന് വന്നു. 2025 ഏതൊരു സൈക്കിൾ, എഡ്യൂക്കേഷൻ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അതിൽ വന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ 8 ടോപ്പിക്കുകളായി. പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റീഡിംഗ് കമ്പ്രഹെൻഷൻ ഞാനിപ്പോ പറയുന്നത് പോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഡെയിലി 30 മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഭാഗം കംപ്ലീറ്റ്ലി പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് ചെയ്യാനുള്ളത്. റീഡിംഗ് കമ്പ്രഹെൻഷൻ ആയിക്കോട്ടെ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആയിക്കോട്ടെ, അത് പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. വേറെ ഷോർട്ട് കട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഡെയിലി ഓരോ ക്വസ്റ്റ്യൻസ്, അതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ 1/4 മണിക്കൂർ മാറ്റി വെക്കുക. അത് കഴിച്ചിട്ട് ബാക്കിയുള്ള 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പർ 1 ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പഠിക്കണം. ഫൈൻ. ഇനി നമുക്കിത് എങ്ങനെ, നിങ്ങൾക്ക് ഈ PPT ടൈം ടേബിൾ എങ്ങനെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യുന്നത്, ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ, 1 സെക്കൻഡ്.
യാ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ആ സബ്സ്ക്രൈബ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ട് പ്ലസ് സബ്സ്ക്രൈബും അതുപോലെ തന്നെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അത് ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് എന്ത് ചെയ്യുക, ഈ കൺസേൺഡ് നമ്പറിൽ 9544152265 എന്നുള്ള നമ്പർ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ ടോപ്പിക്സിന്റെയും എൻ്റെ സ്ലൈഡ്സും പ്ലസ് എന്താണ് ഒരു ടൈം ടേബിളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫൈൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. അപ്പോൾ നിങ്ങൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾ ഈ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓൾവേസ് റിമെമ്പർ, ഫോൺ മാറ്റി വെക്കുക. ഡിജിറ്റൽ മിനിമലിസം, ദാറ്റ്സ് ദി. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പാക്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് 2 ദിവസം കൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിന്റെ ഒരു എന്താ ആ ഗുട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈൻ. അപ്പൊ അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക, പ്രൊക്കാസ്റ്റിനേഷൻ ഒഴിവാക്കുക, കൺസിസ്റ്റന്റ് ആകുക എന്നുള്ളതാണ്. ഓക്കെ, ഡെയിലി പഠിക്കുക, ഡെയിലി ഷോപ്പ് ചെയ്യുക. ഫൈൻ. നിങ്ങൾ എത്ര റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് ദാറ്റ് ഡസന്റ് മാറ്റർ. ഓക്കെ, നിങ്ങൾ മാക്സിമം ഡെയിലി എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസമെങ്കിലും നിങ്ങൾ മാക്സിമം ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക. പേപ്പർ 2 മറന്നു പോകരുത്. പേപ്പർ 1 കൂടെ നിങ്ങൾ പേപ്പർ 2 പഠിക്കുക. അതിന് കൂടെ ഫൈനലായിട്ട് ഒരു കാര്യം കൂടി പറയാം. ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, രാത്രി പഠിക്കാൻ പാടില്ല. ഓക്കെ, ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ രാവിലെ തന്നെ പഠിക്കണം. ഫ്രഷ് മൈൻഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് മടുക്കാതെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമാണ് മോർണിംഗ് എന്ന്. രാത്രി ആവുന്ന സമയത്ത് എന്താണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്ക് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോറിംഗ് ഉള്ള ടോപ്പിക്സുകളൊക്കെ രാത്രി നിങ്ങൾ ആക്കുക. നല്ല മൈൻഡ് കൊടുക്കാൻ പറ്റുന്ന ടൈമാണ് മോർണിംഗ്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ടോപ്പിക്സുകൾ പഠിക്കാവുന്നതാണ്. ഓക്കെ, so that's all about today's session. So we'll see you in the next video. Till then, bye and thanks. You know, any doubt, any queries, anything, just text me on this number or you can be in the WhatsApp group. Okay, ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ I'll be there. So എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. So that's all about today. Thanks everyone.